തറവാടിന്റെ പേരും പെരുമയും വാനോളം ഉയർത്തിയിട്ട് വരികയില്ലേ രണ്ടുപേരും. ഒരു സ്വീകരണം സംഘടിപ്പിക്കേണ്ടതായിരുന്നു. പട്ടും വളയും കൊടുത്ത് ആദരിക്കുകയും വേണം. കാലങ്ങളായി കാരണവന്മാര് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ ഈ തറവാടിന്റെ പേരും പെരുമയും. അത് അറബിക്കടലിൽ ഒഴുകിപ്പോയി. അങ്ങനെയൊന്നും ഉണ്ടാകാതെയാ ഇത്രയും കാലം കാത്തത്. അതെല്ലാം നഷ്ടപ്പെട്ടു. അമ്മ ഇങ്ങനെയൊക്കെ പറയാൻ എന്താ ഉണ്ടായതമ്മേ? സഹിക്കാതെ വന്നപ്പോ പ്രതികരിച്ചു പോയത് തെറ്റാണോ? മക്കളെയൊക്കെ നീ ന്യായീകരിച്ചോ? എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അതെന്റെ മുമ്പിൽ വേണ്ട. എന്തുണ്ടായാലും അവളെ അവനെ ന്യായീകരിക്കാൻ ഇവര് വരും. ഇവർക്ക് എന്തിന്റെ കേടാ? ഇതിനെല്ലാത്തിനും കാരണക്കാരി ഞാനാണല്ലോ ദൈവമേ. ആ എന്നെ പറഞ്ഞാ മതി. കുറ്റം എന്റേതാ. ചിലരെയൊക്കെ ഞാൻ കണ്ണടച്ചു വിശ്വസിച്ചു. അതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ദേ ഇവളുണ്ടല്ലോ, ഇവളെയാ ഞാൻ ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യവും ഭാഗ്യവുമായിരുന്ന ആ വാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ആ അറയുടെ താക്കോല് ഇവളുടെ കയ്യിലായിരുന്നു. ഇവളെ ഞാൻ വിശ്വസിച്ചു. ഇവളെ എന്നെയും ഈ തറവാടിനെയും ചതിച്ചു. രാജലക്ഷ്മി, ആ വാൾ ഇതിനകത്ത് ഇല്ലാതായതോടെ എല്ലാം നശിച്ചു. എന്റെ മോന് മരിച്ചു. ഈ ചെമ്പകമംഗലത്തിന്റെ പ്രതാപവും ഐശ്വര്യവും കാറ്റി പറന്നു. എന്റെ കൊച്ചുമകൻ പബ്ലിക്കിന്റെ മുമ്പിൽ വൃത്തികെട്ടവനായി. അവന്റെ ജോലിയും നഷ്ടപ്പെട്ടു. അവനെ നാട്ടുകാർ കല്ലെറിഞ്ഞു കൊല്ലാതിരുന്നത് ഭാഗ്യം. അമ്മേ പറയട്ടെ, പറഞ്ഞു തീർന്നില്ല ഞാൻ. കാർത്തിക്കിനെ ഉപേക്ഷിച്ച് അവിഹിത ജീവിതത്തിൽ പോയ മൈഥിലി ഇപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകാ യുവതി. എന്റെ കൊച്ചുമകൻ ലോക മോശക്കാരൻ. പോരട്ടെ പോരട്ടെ, ഇവൾക്കിട്ട് ശരിക്കും അങ്ങ് പാടിക്കൊടുക്ക. ഞാനൊരു പക്ഷെ പൊതുസത്തായി മാറിയേക്കാവുന്ന ഉടവാൾ മോഷ്ടിച്ചു വിറ്റ കള്ളി മാത്രമല്ല ഇപ്പോ. കൊച്ചുമകന്റെ അബദ്ധ സഞ്ചാരത്തിന് കൂട്ടു നിൽക്കുന്ന മുത്തശ്ശി കൂടിയാ. ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്?